ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നേന്ത്രപ്പഴം വെച്ച് ഞാനൊരു 4 മണി പലഹാരം ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയതായിട്ട് മുറിച്ചിട്ടെടുക്കാം. നല്ലോണം പഴുത്ത നേന്ത്രപ്പഴം എടുക്കണേ, ഇല്ലെങ്കിൽ ശരിയാവില്ല. എന്നാൽ മാത്രമേ നല്ലോണം ഇത് നമ്മൾ നെയ്യിലെല്ലാം വഴറ്റിയെടുക്കുമ്പോൾ അടിഞ്ഞു കിട്ടും. വേഗം മുറിച്ചിട്ട് മൈദയാണ് ചേർക്കുന്നത്. അപ്പം എല്ലാം മുറിച്ചിട്ട് ഇപ്പോൾ ഇതാ പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നമുക്ക് പഴം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ച് ഇനി നമുക്കതിലേക്ക് പഴം ഇട്ട് കൊടുക്കാം. അപ്പം നല്ലോണം വഴന്ന് കിട്ടട്ടെ. എന്നിട്ട് നല്ലോണം ഈ പഴത്തിനെ ഇതിൻ്റെ അകത്ത് അടിച്ചെടുക്കണം നമുക്ക്. ഇതിൽ വഴന്ന് വരട്ടെ. അപ്പോൾ ഇതാ പഴമെല്ലാം നല്ല അടിപൊളിയായിട്ട് അടിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിക്കാം, പഞ്ചസാരയും പഴവും. എന്നിട്ടാണ് ഇനി നമുക്ക് മൈദ ഇട്ട് കൊടുക്കേണ്ടത്. ഇതാ പഴം ഇങ്ങനെ ഉരുക്കിയ പോലെ ആവുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മളെ മൈദയാക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് പൊടിച്ചാണ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മൈദ പാലും ചേർത്തിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. കണ്ട. അപ്പോൾ ഇതും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം ഇത് കുറുകി വന്ന് നല്ല കണ്ടീഷനായിട്ട് കിട്ടുന്ന പാകത്തിലായി. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് വാങ്ങി വെക്കാം. അപ്പോൾ തീ ഓഫാക്കിയ പ്ലേറ്റിലേക്ക് ഇടട്ടെ ഞാൻ തണിയാൻ. ഇതാ പ്ലേറ്റിലേക്ക് ഇട്ട് ഇനി അതവിടെ നിന്ന് തണിയട്ടെ ഗൈസ്. തണിഞ്ഞതിൻ്റെ ശേഷം നമുക്കതിനെ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഗൈസ്, ഇതെല്ലാം തണിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. ഇതേപോലെ. ഇത് നമുക്ക് റവേനെ കൊണ്ടും ചെയ്യാം കേട്ടോ. ഞാനിപ്പം മൈദയാണ് എടുത്ത്, റവയില്ല, റവ തീർന്നു പോയി. അപ്പോൾ അതാണ് ഞാൻ മൈദയും ലേശ അരിപ്പൊടി എടുത്തത്. ഇങ്ങനെ ഉരുളകളാക്കിയിട്ട് നമുക്ക് ബോൾസാക്കിയിട്ട് എടുത്തിട്ട് എണ്ണയിൽ വറുത്ത് കോരുവാന്ന് വേണ്ടത്. അടിപൊളി 4 മണി പലഹാരമാണ്. ഇപ്പം തന്നെ ഇത് നല്ലോണം അടിപൊളിയായിട്ടെല്ലാം വെന്തതല്ലേ. അപ്പോൾ ഒന്ന് എണ്ണയിൽ വറുത്ത് കോരി എടുത്തു കഴിഞ്ഞാൽ നല്ല പലഹാരമായിട്ട് മാറി. എല്ലാവർക്കും കുട്ടികൾക്കായാലും വലിയക്കായാലും വലിയ ഇഷ്ടപ്പെടും. നോക്കിയാട്ടെ, അടിപൊളിയല്ലേ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇത്രയും ഉരുളകളാണ് ഉള്ളത്. കണ്ട. ഇതാ
ഇനി നമുക്കിത് എണ്ണയിൽ വറുത്ത് കോരാം. അപ്പോൾ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അത് വെളിച്ചെണ്ണ കായുമ്പോൾ നമുക്ക് ഓരോ ഉരുളകളാക്കി അതിലിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്, ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പൊരിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ ഇതാ ഗൈസ്, ആദ്യം ഇട്ടത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വാങ്ങാം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും ആവട്ടെ. അപ്പോൾ ഇതാ ഞാൻ അടുത്തവും കൂടി വാങ്ങുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കെല്ലാം ആയി കഴിഞ്ഞിട്ട് കാണാം. വേഗം കഴിയുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതാ ഗൈസ്, ലാസ്റ്റിലെത്തും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. തീ ഓഫാക്കി നമുക്കിതിന് കോരിയെടുക്കാം. ഇത് വെന്തിട്ടില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട. ആദ്യം നമ്മൾ നല്ലോണം വഴറ്റിയിട്ടാണല്ലോ ഇത് ഉരുട്ടിയെടുത്തത്. അതുകൊണ്ട് സംഭവം വെന്തിട്ടെല്ലാം ഉണ്ട്. വെന്തിട്ടില്ല ഉള്ളു എന്നൊന്നും ആരും വിചാരിച്ച് വിഷമിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കാൻ പറ്റിയ പഴത്തിനെ കൊണ്ടുള്ള സ്നാക്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഗൈസ്? അടിപൊളിയല്ലേ? ഇതാ നല്ല സോഫ്റ്റാണ്. എന്തായാലും ഇതാ കണ്ടോ, കാണിച്ചു തരാം. പുറത്ത് ക്രിസ്പി, അകത്ത് നല്ല സോഫ്റ്റ്. ആ ചൂടാണ് ഗൈസ്, എൻ്റെ അമ്മോ. ഇതാ കണ്ട, നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് കമൻ്റ് അറിയിക്കുക. സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.